ഒരു മാസത്തേക്ക് റെൻറ്റിനാണ് കൊടുക്കുന്നത്. നമ്മളറിയുന്നില്ല ഈ പുള്ളിക്കാരൻ ഇങ്ങനെയുള്ള പരിപാടിയോ കാര്യങ്ങളോ ഉണ്ടെന്ന്. ഈ കൂടുതൽ ആ ലക്ഷ്മി എന്ന കുട്ടിയാണ് നമ്മുടെ ഈ സുഹൃത്തിൻ്റെ പരിചയം. അവൻ്റെ സുഹൃത്തിൻ്റെ അപ്പച്ചിയുടെ മോളാണ്. ഇപ്പോഴാണ് പോലീസ് പിടിച്ചത്. ആറ്റിങ്ങൽ പോലീസിൻ്റെ ഒരു സമർത്ഥമായ നീക്കത്തിൽ കൂടെയാണ് പിടിച്ചത്. പിന്നെ ഈ പെണ്ണാണ് ഇവനെ എല്ലാം ഈ പരിപാടിയിലേക്ക് എത്തിക്കുന്നതും. ഈ പെണ്ണിൻ്റെ കാരണമാണ് ഇങ്ങനെ ആയെന്നാണ് അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ പറയുന്നത്. എനിക്കും അങ്ങനെയാണ് തോന്നുന്നത്. നമസ്കാരം. ഇന്നലെ നമ്മളൊരു വാർത്ത ചെയ്യായിരുന്നു. അതായത് ഇവിടെ അവനവഞ്ചേരിൽ വെച്ചിട്ട് ഒരു സ്ത്രീയുടെ മുഖത്ത് മുളക് പൊടി എറിഞ്ഞ് മാല പൊടിക്കാൻ ശ്രമിച്ചു. നമ്മളൊക്കെ എല്ലാ സൈഡിലും വിളിച്ച് പറഞ്ഞായിരുന്നു. പക്ഷേ ഇന്ന് അറസ്റ്റ് ചെയ്തു. സാലു, ലക്ഷ്മി, 2 പേര്, ഒരു ആണും പെണ്ണുമാണ്. അവർ കാലിൽ കറങ്ങിയാണ് ഈ മാല പൊടിക്കാൻ ശ്രമിച്ചത്. ഇപ്പോൾ അവരെ ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആറ്റിങ്ങൽ സ്റ്റേഷനിൽ അവരുണ്ട്. ഈ പറഞ്ഞ 2 പേരും വാടകയ്ക്ക് റെൻറ്റിന് കാറെടുത്തിട്ട് കറങ്ങി നടന്ന് മാല പൊട്ടിക്കുകയായിരുന്നു. ഈ പറയുന്ന ഈ കാറിന് കാശ് കൊടുക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് അവരിപ്പോൾ മാല പൊട്ടിക്കാൻ ശ്രമിച്ചതെന്ന് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ആ റെൻ്റ് കാറിൻ്റെ ഉടമകളൊക്കെ ഇവിടെ ഉണ്ട്. എന്തായാലും 2 പേരെയും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് ആറ്റിങ്ങൽ പോലീസിന് നേട്ടമാണ്. നിങ്ങളുടെ കാറാണ് കൊണ്ടുപോയത്. കാരണം ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് മുളക് പൊടി എറിഞ്ഞു, മാല പൊടിക്കാൻ ശ്രമിച്ചു. നിങ്ങൾക്ക് എങ്ങനെ പരിചയം? നമ്മളൊരു സുഹൃത്തിൻ്റെ കെയർ ഓഫിലാണ് ഈ വണ്ടി കൊടുക്കുന്നത്. ഒരു മാസത്തേക്ക് റെൻറ്റിനാണ് കൊടുക്കുന്നത്. നമ്മളറിയുന്നില്ല ഈ പുള്ളിക്കാരൻ ഇങ്ങനെയുള്ള പരിപാടിയോ കാര്യങ്ങളോ ഉണ്ടെന്ന്. ഈ കൂടുതൽ ആ ലക്ഷ്മി എന്ന കുട്ടിയാണ് നമ്മുടെ ഈ സുഹൃത്തിൻ്റെ പരിചയം. അവൻ്റെ സുഹൃത്തിൻ്റെ അപ്പച്ചിയുടെ മോളാണ്. അപ്പച്ചിയാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വണ്ടി കൊടുക്കുന്നത്. നമുക്കറിയത്തില്ല ഞാൻ ഈ സാലു എന്ന് പറഞ്ഞാൽ അവൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവരമ്മയും എല്ലാം പറയുന്നത് ഇവൻ നല്ല പയ്യനാണ്, ഇവൻ ഇന്ത്യൻ നേവിയിലൊക്കെ വർക്ക് ചെയ്ത പയ്യനാണ്, അവിടെ നിന്ന് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനത്തെ പേപ്പർ ക്ലിയറൻസിന് വേണ്ടി വന്നതാണ്. പിന്നെ ഈ പെണ്ണാണ് ഇവനെ എല്ലാം ഈ പരിപാടിയിലേക്ക് എത്തിക്കുന്നതും. ഈ പെണ്ണിൻ്റെ കാരണമാണ് ഇങ്ങനെ ആയെന്നാണ് അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ പറയുന്നത്. എനിക്കും അങ്ങനെയാണ് തോന്നുന്നത്. കാരണം ഇവൾ ഒരു ഫ്രോഡായിട്ടുള്ള സെറ്റപ്പിലാണ് ഇവളുടെ മെൻറ്റാലിറ്റിയും ആ ലൊക്കാലിറ്റിയിലൊക്കെ ഞാൻ തിരക്കിയപ്പോഴും പറയുന്നത്. നമ്മൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന ആളല്ല. ഈ വണ്ടി റെൻറ്റിന് കൊടുക്കാനുണ്ടോ? ഞാൻ റെൻറ്റിന് സ്ഥിരമായിട്ടല്ല, ഞാനിപ്പോൾ ലീവ് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ ഗൾഫിൽ നിന്ന്. അങ്ങനെ ഈ അറിയാവുന്ന സുഹൃത്തായതുകൊണ്ട് കൊടുത്തതാണ്, അല്ലാതെ നമ്മളങ്ങനെ പുറത്ത് കൊടുക്കാറില്ല. ചേട്ടാ, അത് ഭയങ്കര ക്രിമിനൽ കേസാണ് സംഭവം. ഞാൻ ഒരു സ്ത്രീയെ വിളിച്ച് നിർത്തിയിട്ട് മാല പൊട്ടിക്കാൻ ശ്രമിച്ചിട്ട് പറ്റാത്തതുകൊണ്ട് മുളക് പൊടി എറിയാണ്. ചെറിയ കേസല്ലേ ഇത്? ചേട്ടന് ഗൗരവം മനസ്സിലായോ? എനിക്കതിൻ്റെ ഗൗരവം മനസ്സിലായി. CSR കാര്യങ്ങളും എല്ലാം എടുത്ത് പറഞ്ഞു അതിൻ്റെ ഗൗരവം. പിന്നെ കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ നമ്മളിതിനകത്ത് നിരപരാധിയാണ്. നമ്മളെ വണ്ടിയും കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇൻവോൾവ് അല്ല. നമ്മളിത് അറിയുന്നില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഓപ്പണായിട്ട് പറയുന്നത് ചെറിയ കേസല്ല, വലിയ കേസാണ്. ഈ സ്ത്രീ നമ്മളൊരു സുഹൃത്തിൻ്റെ കെയർ ഓഫിൽ, വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു സുഹൃത്താണ്. നിങ്ങൾ കൊടുക്കാറുണ്ടോ വണ്ടി ഇങ്ങനെ സ്ഥിരം? ഇല്ലല്ല, അങ്ങനെ നമ്മൾ സ്ഥിരം കൊടുക്കാറില്ല. ചേട്ടാ, ഇന്നലെ മുതൽ ഈ വണ്ടിക്ക് വേണ്ടി നമ്മൾ അന്വേഷിക്കുകയാണ്. നമ്മളെല്ലായിടത്തും ഇൻഫോം ചെയ്തു, എല്ലാം കൈമാറിയാണ്. എന്നിട്ട് ഇപ്പോഴാണ് പോലീസ് പിടിച്ചത്. ആറ്റിങ്ങൽ പോലീസിൻ്റെ ഒരു സമർത്ഥമായ നീക്കത്തിൽ കൂടെയാണ് പിടിച്ചത്. ഇപ്പോൾ വല്ലാത്ത ഫീലുണ്ടല്ലേ? നിങ്ങളെ വണ്ടിയല്ലേ? നമ്മളെ വണ്ടിയാണ്. ഏതായാലും നമ്മൾ ഇന്നലെ ഈ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ എല്ലായിടത്തും ഇൻഫോം ചെയ്തു. എല്ലാ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ അടുത്തും എല്ലാവർക്കും ഞാൻ നമ്പർ കൊടുത്തു, ഈ വണ്ടിയുടെ കാര്യങ്ങളെല്ലാം അയച്ചു കൊടുത്ത്. പക്ഷേ എന്തായാലും ആറ്റിങ്ങൽ പോലീസിൻ്റെ സമർത്ഥമായ ഒരു നീക്കത്തിൽ കൂടി 2 പേരെ അറസ്റ്റ് ചെയ്തു. ഈ പറയുന്ന ചേട്ടൻ നിരപരാധിയാണ്. അദ്ദേഹം വണ്ടി വാടകയ്ക്ക് കൊടുത്തതാണ്. എന്തായാലും പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഒരു കൂസലുമില്ല. നമ്മൾ കണ്ടപ്പോൾ ഒരു കൂസലുമില്ല. ഇസ്മേൽ സോണിൻ്റെ ക്യാമറ അരുൺ സാറിനൊപ്പം ശ്രീത് മര സൈനിങ് ഓഫ്.